പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഉപഹർജിയും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി തള്ളിയത് കേരള രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻനിരയിലേക്ക് സോഷ്യൽ മീഡിയയുടെ പിന്തുണയോടെ വളർന്നു വന്ന ഒരു യുവ നേതാവിന് നിയമത്തിന് മുന്നിൽ അടിപതറിയത് കോൺഗ്രസിനും UDF-നും വലിയ രാഷ്ട്രീയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. കോടതി വിധിയിലെ നിർണായക ഘടകങ്ങൾ ഈ കേസിന്റെ നിയമപരവും രാഷ്ട്രീയപരവുമായ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ അടച്ചിട്ട മുറിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചു. MLA-ക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന കോടതിയുടെ നിരീക്ഷണം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ഒന്നിനു പുറകെ ഒന്നായി മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ വന്നതും മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചു. നിർബന്ധിത ഗർഭചിത്രത്തിന് തെളിവുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി മുഖവിലക്കെടുത്തു. പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് തെളിവ് നശിപ്പിക്കാൻ കാരണമാകുമെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചതോടെയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പോലീസ് റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങൾ, മെഡിക്കൽ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവയെല്ലാം പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് പ്രതിഭാഗത്തിന്റെ വാദമുഖങ്ങളെ അപ്രസക്തമാക്കി.